Hello बच्चों, नमस्कार. Today I am taking the remaining portion of lesson number 6 ओणम. ओणम केरल का सबसे महत्वपूर्ण त्योहार है. ഓണം കേരളത്തിൻ്റെ ഏറ്റവും മഹത്വപൂർണമായ ഒരു ഉത്സവം തന്നെയാണ്. इसे वहाँ के सभी धर्मों के लोग बड़े उत्साह से मनाते हैं. ഇനി എന്താണ് ഈ ഓണം എന്ന് പറയുന്ന ആഘോഷം? കേരളത്തിലെ എല്ലാ ആളുകളും, എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളും ബഡേ ഉത്സാഹ് സേ മനാത്തെ ഹെ, വളരെ ഇൻട്രസ്റ്റോടു കൂടി തന്നെയാണ് എല്ലാ ആളുകളും ഈ ഓണം ആഘോഷിക്കുന്നത്. യഹ് ത്യോഹാർ ആഗസ്റ്റ് സിതംബർ കെ മഹീനെ മേം മനായ ജാത്ത ഹെ. ഇനി ഈ ഉത്സവം ഓഗസ്റ്റ് സിതംബർ മഹീനെ മേം, ഓഗസ്റ്റ് സിതംബർ മാസങ്ങളിലാണ് ഈ ഓണം സാധാരണയായിട്ട് വരാറുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്താണ് ഓണം ആഘോഷിക്കാറുള്ളത്. ഓണം കെ കുച്ച് ദിൻ പഹലെ സേ ഹി, ഇനി ഓണത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സ്ത്രീകളും പുരുഷന്മാരും ബാലകന്മാരും ബൂഢെ വൃദ്ധരായ ആളുകളും സബി ഇസ് ത്യോഹാർ കെ ആഗമൻ കി പ്രതീക്ഷ കർത്തേ ഹെ. അപ്പോൾ വൃദ്ധരായ ആളുകളും അതേപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഈ ഉത്സവത്തിൻ്റെ വരവിനായിട്ട് പ്രതീക്ഷയോടുകൂടെ എന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാണ്. സബി ഹിസ് അവസർ പർ ഖുഷിയാൻ മനാത്തെ ഹെ, എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ ആഘോഷത്തിനെ വരവേൽക്കാനും അത് ആഘോഷിക്കാനും എല്ലാവരും മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. इस त्योहार के अवसर पर लोग नए वस्त्र धारण करते हैं. ഇസ് ത്യോഹാർ കെ അവസർ പർ, ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ആളുകൾ നയേ വസ്ത്ര ധാരണം करते, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കും. അവർ നയെ പക്കവാൻ ബനാത്തെ, പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും പാചകം ചെയ്യുകയും ചെയ്യും. ഓണം കെ സംബന്ധമേം ഏക്ക് പൗരാണിക് കഥ പ്രചലിതി, ഇനി ഒരു പൗരാണികമായ ഒരു കഥ തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? ഓണത്തെക്കുറിച്ച്. ബഹുത്ത് സമയ പഹലെ കേരൾ മേ രാജാ ബലി നാമക് രാജാ, നമുക്കെല്ലാവർക്കും അറിയാം മഹാബലിയെക്കുറിച്ച് അല്ലേ? നമ്മളെല്ലാവരും മഹാബലിയെക്കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബഹുസമയ പഹലെ, കുറേ വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിലെ രാജാവ് ആരായിരുന്നു? മഹാബലിയായി എന്നു പേരുള്ള രാജാവായിരുന്നു. വഹ് ബഡാ ധാനീത, അദ്ദേഹം വളരെയധികം ദാനിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്ന മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു മഹാബലി. ഉസ്കെ രാജ് മേ ജനത ബഹുത്ത് സുഖീതി, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുള്ള എല്ലാ ആളുകളും വളരെ സമൃദ്ധമായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. നല്ല സുഖമായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. കിസി ചീസ് കി കമീനത, ഒരു വസ്തുവിനും അല്ലെങ്കിൽ ഒരു സാധനത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഊഞ്ചെ നീച്ച് കാ ഭേദഭാവ് ഉന്നത, ഇനി ഉയരം അല്ലെങ്കിൽ ഉന്നത നിലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ താഴ്ന്ന ആളുകൾ അല്ലെങ്കിൽ ഉന്നത ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർ പണക്കാർ പാവങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഭേദഭാവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു വ്യത്യാസവും അത് എല്ലാവരും സമന്മാരായിട്ടാണ് എല്ലാവരും അദ്ദേഹം കണ്ടിരുന്നത്. സബി ലോക് പ്രസന്ന രഹ്തേ, അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. अपनी जनता को प्रसन्न देख രാജാ ഫൂലാന്ന സമാത്താത, അപ്പോൾ തൻ്റെ പ്രജകളുടെ സന്തോഷം കണ്ടിട്ടായിരുന്നു അദ്ദേഹം ഇത് സംതൃപ്തി അടഞ്ഞിരുന്നത്. കാരണം അദ്ദേഹത്തിന് വളരെ ഹാപ്പി ആയിരുന്നു. തൻ്റെ പ്രജകളുടെ സന്തോഷമാണ് അയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. രാജാ ബലി കി ബഡ്തി ലോകപ്രിയത ദേക്ക് ദേവതാവോം കാ രാജ് ഇന്ത് ഈർഷിസെ ജൽനേലക, അപ്പോൾ രാജാ ബലി കി ബഡ്തി, ഈ മഹാബലിയുടെയും ഉയർച്ച കണ്ടിട്ട് ലോകപ്രിയത ആളുകളുടെയും ഇഷ്ടവും എല്ലാം കണ്ടിട്ട് ദേക്കും ദേവതാവോം കാ രാജ, ദേവതകളുടെ രാജാവായ ഇന്ദ്രന് കുറച്ച് ഈർഷിസെ ജൽനേല, അദ്ദേഹത്തെ മനസ്സിൽ കുറച്ച് ദേഷ്യം മഹാബലിയോട് തുടങ്ങി. सीधे भगवान विष्णु के निकट जाकर उसने अपने मन की बात बता दी, നേരെ അദ്ദേഹം പോയിട്ട് ഭഗവാൻ വിഷ്ണുവിനോട് തൻ്റെ ഈ കാര്യം, തൻ്റെ മനസ്സിൽ മഹാബലിയോട് ഒരു ഈർഷ്യം അല്ലെങ്കിൽ ഒരു ദേഷ്യം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നേരെ ചെന്ന് പറയുകയും ചെയ്തു. ഭഗവാൻ വിഷ്ണുവിനെ ഇന്ദ്രക്കോ ശാന്ത് കിയ, അപ്പോൾ ഭഗവാൻ വിഷ്ണു എന്താണ് ചെയ്തത്? ഇന്ദ്രനെ ശാന്തനാക്കുകയും ഔറുസെ ബേജ് ദിയ, അവന് നല്ല രീതിയിൽ തന്നെ അവനെ പറഞ്ഞേക്കി, നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശാന്തനാക്കിയിട്ട് അവനെ തിരിച്ചയക്കുകയും ചെയ്തു. भगवान विष्णु ने वामन के रूप में अवतार लिया और वे ब्राह्मण का रूप धारण करके राजा बलि के यहाँ जा पहुँचे. राजा ने उस ब्राह्मण का खूब सत्कार किया.
അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ വാമൻ്റെ രൂപത്തിൽ അവതരിച്ചു. അവർ ബ്രാഹ്മൺ കാ രൂപ് ധാരൺ കർക്ക്. ഇനി മാത്രമല്ല ബ്രാഹ്മണൻ്റെ രൂപത്തിൽ ആവുകയും എന്നിട്ട് രാജാ ബലി കെ യഹാം ജാ പഹുഞ്ചെ, രാജാ ബലിയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. രാജാനെ ഉസ് ബ്രാഹ്മൺ കാ ഗൂബ് സൽക്കാർ, വളരെ സൽക്കാരത്തോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ എന്ത് ചെയ്തു, ബ്രാഹ്മണനെ സ്വീകരിക്കുകയും ചെയ്തു. वामन ने राजा बलि से अपने तपस्या के लिए 3 पग ഭൂമി മാങ്ങി. അങ്ങനെ വാമനൻ രാജാബലിയോട് തനിൻ്റെ തപസ്സിന് വേണ്ടിയിട്ട്, തനിക്ക് തപസ് ചെയ്യാൻ വേണ്ടി 3 പഗ് ഭൂമി 3 അടി ഭൂമി ആവശ്യപ്പെടുകയാണ്. രാജാ ബലിനെ സഹർഷി സ്വീകാർക്കിയ, രാജാ ബലി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം സ്വീകരിച്ചു. वामन ने विराट रूप धारण करके 2 ही पगों में धरती और आकाश को नाप लिया. അപ്പോൾ വാമൻ എന്ത് ചെയ്തു, വിരാട് രൂപം, അതായത് വലിയൊരു രൂപം പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു, 2 ही पग 2 അടി ഭൂമിയിലും അവർ ആകാശ് കോ നാപ്പ്, ആകാശത്തിലേക്ക് നാപ്പ് ലിയ, എന്ത് ചെയ്തു, അളക്കുകയാണ് ചെയ്തത്. തീസര പഗ് രഗിനേക്കാ ജഗനഹീത്. അപ്പോൾ 2 അടി വെച്ചപ്പോൾ വലിയൊരു രൂപമാറ്റം സംഭവിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അവൻ്റെ ആ വിരാട് രൂപം എന്ന് പറഞ്ഞാൽ ബഹുത്ത് വലിയൊരു രൂപമാണ്, വലിയൊരു മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു രൂപമാറ്റം സംബന്ധിച്ച് 2 അടി വെക്കുമ്പോഴേക്കും ഭൂമി എന്ത് ചെയ്തു, അവസാനിക്കുകയാണ്. അപ്പോൾ തീസര പർ രഗിനേക്ക് ജഗൻ, അപ്പോൾ 3-ാമത്തെ കാല് വെക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്ഥലമില്ലായിരുന്നു. തബ് രാജാ ബലിനെ വാമൻ കെ സാമിനെ അപ്പന സിർ രഗ് ദിയ. അപ്പോൾ രാജാ ബലി എന്ത് ചെയ്തു, വാമനൻ്റെ മുന്നിൽ തൻ്റെ തല വെച്ചു കൊടുത്തു. വാമൻ കോ രാജാ കി ദാനശീലത പർ ബഡി ദയ ആയി. അങ്ങനെ വാമനെ രാജാവിൻ്റെയും മഹാബലിയുടെ ദാനശീലതയിൽ വളരെയധികം ദയ തോന്നുകയും ഉന്നോനെ രാജാ ബലി കോ പാതാൾ കാ രാജാ ബനാ ദിയ. അങ്ങനെ അദ്ദേഹം മഹാബലിയെ എന്ത് ചെയ്തു, പാതാളത്തിലെ രാജാവായിട്ട് നിയമിക്കുകയും ചെയ്തു. വാമനെ പ്രസन्न ഹോക്കർ രാജാ ബലി സേ ഫിർ കഹ. അങ്ങനെ വാമനൻ വളരെ സന്തോഷത്തോടു കൂടി രാജാ ബലിയോട് പറയാണ്, വത്സ് മേം തുമാര ആചരൺ സേ ബഹുത്ത് പ്രസന്ന ഹോ. താങ്കളുടെ ഈ ആചാരത്തിൽ എനിക്കാണ്, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അം തും ഏക്ക് വർ ഔർ മാങ്കോ. അപ്പോൾ ഞാൻ എന്താണ്, നിങ്ങൾക്കൊരു വരം കൂടി നൽകുകയാണ്. രാജാ ബലീനെ വാമൻ ഭഗവാൻ സേ പ്രാർത്ഥന കി. അങ്ങനെ രാജാ ബലീനെ വാമൻ ഭഗവാൻ സേ പ്രാർത്ഥനാക്കി, എന്ത് ചെയ്തു, അതായത് അബ് തും ഏക്ക് വർ ഔർ മാങ്കെ, ഞാൻ ഒരു ആഗ്രഹം കൂടി ആവശ്യപ്പെടുകയാണ്. രാജാ ബലീനെ വാമൻ ഭഗവാൻ സേ, അങ്ങനെ രാജാവായ മഹാബലി വാമനോട് ഒരു അപേക്ഷ ചോദിക്കുകയാണ്. ഹേ ദയാലു പ്രഭു, വർഷ മേ ഏക് ബാർ അപ്പനി പ്രജാ കെ സുഖ ദുഃഖ് ദേഖനെ കെ മുझे അവസർ ദീജിയെ. അപ്പോൾ എന്താണ്, വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളുടെ സുഖദുഃഖം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് തന്നാലും, എനിക്കൊരു അവസരം നൽകിയാലും മേരി അഭിലാഷ, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. വാമനെ രാജാക്ക് പ്രാർത്ഥന സ്വീകാർക്കി. അങ്ങനെ വാമനൻ രാജാവിനോടെ അപേക്ഷ സ്വീകരിക്കുകയാണ്. कहते हैं कि हर वर्ष श्रवण नक्षत्र में രാജാ ബലി അപ്പനി ജനതാക്കോ ദേക്കിനെ വഹാമാത്തേതെ. അങ്ങനെയാണ് വർഷത്തിലെ ശ്രവണ നക്ഷത്ര മാസത്തിൽ മഹാബലി തൻ്റെ ജനതയെ കാണുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് എത്തുന്നത്. ഓണം കാ ത്യോഹാർ ഈ സമയം മനായ ജാതി. ഓണം എന്ന് പറയുന്ന ഉത്സവം അങ്ങനെയാണ്, ഈ ദിവസമാണ് ആഘോഷിക്കുന്നത്. ഈ ത്യോഹാർ കാ അവസർ പർ ഭഗവാൻ വിഷ്ണു കെ സാത്ത് സാത്ത് രാജാ ബലി കി ഭൂമി കി പൂജ ഹോത്തി ഹെ. അപ്പോൾ ഈ ത്യോഹാറിൻ്റെ അവസരത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ കൂടെ രാജാബലിയെ കൂടി എന്ത് ചെയ്യുന്നു, മഹാബലിയെ കൂടി പൂജ ചെയ്യുന്നു. യഹ് ത്യോഹാർ 10 दिन तक चलता है. ഇനി ഈ ഉത്സവം 10 ദിവസമാണ് നടക്കുന്നത്. ഈ അവസർ പർ ലഡിക്കിയാം തടുക്കേ ഹി ഉടുക്കർ നഹാദോക്കർ. അതിരാവിലെ തന്നെ പെൺകുട്ടികളൊക്കെ എഴുന്നേറ്റ് എന്ത് ചെയ്യും, നഹാദോക്കർ, നല്ല കുളിച്ച് ഫ്രഷ് ആവും. രംഗ് ബിരംഗെ കപ്പടെ പഹൻതി, നല്ല കളർഫുള്ളായിട്ടുള്ള വസ്ത്രം ധരിക്കുകയും അവർ അപ്പനെ ആംഗണോം കെ സുന്ദർ വാ രംഗ് ഫൂലോം സേസജാത്തി, അല്ലേ. 10 ദിവസം, അത്തത്തിൻ്റെ 10 ദിവസം ഇവർ എന്ത് ചെയ്യും,
തങ്ങളുടെ മുറ്റത്ത് ആംഗണോമേം അല്ലേ, മുറ്റത്തിൽ എന്ത് ചെയ്യും, നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. പൂജാക്കെ സ്ഥാൻ പർ രംഗോലി സജായി ജാത്തി ഹെ. അങ്ങനെ പൂജാക്കെ സ്ഥാൻ പർ, പൂജയുടെ സ്ഥലത്ത് രംഗോലി സജ, നല്ല കളർഫുള്ളായിട്ട് തന്നെ അലങ്കരിക്കുകയും ഗർക്ക മാലിക് എന്താണ്, പൂജാക്ക കാര്യക്രം പൂരാ കർക്കെ അല്ലേ, വീട്ടിലുള്ള മാലിക്മാർ അതായത് സ്ത്രീകൾ പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും സബ്കോ പ്രസാദ് ബാട്ട്, എല്ലാവർക്കും പ്രസാദം നൽകുകയും ചെയ്യുന്നു. ലോക ഇസ് അവസർ പർ ഏക് ദൂസരേക്കോ ബധായി ദേത്തെ അല്ലേ, ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ സമയത്ത് എല്ലാവരെയും പരസ്പരം അവർ എന്താ പറയുക ആലിംഗനം ചെയ്യുകയും അതേപോലെ തന്നെ പൂജാക്ക് അന്ത്യം ദിൻ, ഈ പൂജയുടെ അവസാന ദിവസം പൂജാക്ക് സാമഗ്രിക്കോ നദിയ താലാദ്മേം വിസർജിത് കർത്തി. അങ്ങനെ ഈ പൂജയുടെ അവസാന ദിവസം ഇവരെന്താ ചെയ്യുക, പൂജയ്ക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവസാനം കുളങ്ങളിലോ നദികളിലോ വിസർജിതോ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, അതിലേക്ക് ഒഴുക്കിക്കളയുകയാണ് ചെയ്യാറ്. ഓണം കെ അവസർ പർ കേരൾ മേ നാവോം കി ദൗഡ് ഹോത്തി ഹെ. ഇനി ഓണത്തിൻ്റെ അവസരങ്ങളിൽ, ഓണം നടക്കുന്ന സമയം, അതായത് ഓണത്തിൻ്റെ സമയങ്ങളിൽ കേരളത്തിൽ നാവോം കി ദൗഡ് ഹോത്തി, വള്ളം കളികൾ എന്ത് ഉണ്ടാവാറുണ്ട് അല്ലേ. യഹ് ദൗഡ് ദേക്കിനെ ലായക് ഹോത്തി ഹെ. ഇനി ഇത് കാണുന്നതിനായിട്ട് എന്താണ്, ഒരുപാട് ആളുകൾ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് അവിടെ ചേരാറുള്ളത്. അതേപോലെ തന്നെ എന്താണ്, സബി വർഗ കെ ലോഗ് ഇസ്മേ ഭാഗ് ലേത്തെ, പല ആളുകൾ, പല ഭാഗത്തുള്ള ആളുകൾ, വർഗ കെ ലോഗ് അല്ലേ, പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്, ഈ ഓട്ടത്തിൽ വെള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇസ് ത്യോഹാർ കാ ദൂസര ആകർഷൺ ഹെ. ഇസ് ത്യോഹാർ കാ ദൂസര, ഈ ആഘോഷത്തിൻ്റെ രണ്ടാമത്തെ ഒരു ആകർഷണം എന്ന് പറയുന്നത് ലോക നൃത്യമാണ്. അതേപോലെ തന്നെ എന്താണ്, ഇസ്മേ സബി സ്ത്രീയാം അത്യന്ത ഉത്സാഹ കെ സാത്ത് ഭാഗ് ലേത്തെ, സ്ത്രീകളെല്ലാം തന്നെ എന്താണ്, ഇതിലെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ പങ്കെടുക്കുന്നു. ഈ അവസർ പർ കേരൾ മേ ഹാത്തിയോം കോബി ഗൂബ് സജ്ജായ ജാത്ത ഹെ. ഇനി ഈ അവസരത്തിൽ കേരളത്തിലുള്ള ആനകൾ എന്താണ്, വളരെയധികം ഇഷ്ടത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാണ്, അലങ്കരിക്കുകയാണ്. ഹാത്തിയോം കാ ജുലൂസ് ബി നിക്കൽത്തെ, ആനകളുടെ ജാഥയും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണാഘോഷത്തെ കുറിച്ചിട്ടുള്ള ഈ പാഠഭാഗത്ത് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ മീനിങ്സ് നോക്കാം. അതായത് ഒന്നാമത്തെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ശബ്ദാർത്ഥ, ആദ്യത്തെ ശബ്ദാർത്ഥം എന്താണ്, ആഗമൻ അല്ലേ, ആഗമൻ ആന വരിക എന്നുള്ളതാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ദസ് അല്ലേ, നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഭഗവാൻ ഗാനയ്ക്ക് ചീസ് അല്ലേ, ഭഗവാൻ എന്ന് പറയുന്നത് ഭക്ഷണ സാധനങ്ങളെയാണ് പറയുന്നത്, പലഹാരങ്ങൾ ഉണ്ടാക്കുക അതിനൊക്കെ പറയും. പൗരാണികം എന്ന് പറഞ്ഞാൽ പുരാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഫൂലാനിന് സമാനം എന്ന് പറഞ്ഞാൽ അത്യധികം, വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുക. നികട് എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ് അരികിൽ. അതേപോലെ പഗ് എന്ന് പറഞ്ഞാൽ പയർ കാല്, അതാണ് അടി, കാലടി എന്ന് പറയുന്നത്. സഹർഷ് ഖുഷിക്ക് സാത്ത്, വളരെ സന്തോഷത്തോടുകൂടെ. വിരാട് എന്ന് പറഞ്ഞാൽ ബഹുത്ത് വട അല്ലേ, ബട വലിയ, വളരെ വലിയ രൂപം. വത്സ് ഏ പുത്ര എന്ന് പറയും. അഭിലാഷ് ഇച്ഛ ആഗ്രഹം. തടുക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, തടുക്കെ എന്ന് പറഞ്ഞാൽ ബഹുത്ത് സബേര്, വളരെ അധികം, വളരെ നേരത്തെ, പുലർച്ച. വിസർജിത് എന്ന് ചോടിന ടാലിന, അവിടെ ഉപേക്ഷിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്, വിസർജിത് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഓണം കബ് മനായ ജാത്ത ഹെ. ഏത് മാസത്തിലാണ്, എപ്പോഴാണ് ഓണം ആഘോഷിക്കുന്നത്? എപ്പോഴാണ് ഓണം വരുന്നത്? ഓണം ആഗസ്റ്റ് സിത്തംബർ കെ മഹീനെ മേ മനായ ജാത്ത ഹെ. അപ്പോൾ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ആഗസ്റ്റ് സിത്തംബർ, അതാണ് അഗസ്റ്റ് സിത്തംബർ, ആഗസ്റ്റ് സെപ്റ്റംബർ മാസം. മഹീന എന്ന് പറഞ്ഞാൽ എന്താണ്, മാസം എന്നാണ്. അപ്പോൾ മനായ ജാത്ത ഹെ, നമ്മൾ ആഘോഷിക്കുന്നത് ആഗസ്റ്റ് സിത്തംബർ മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭഗവാൻ വിഷ്ണുവിനെ രാജ ബലി സേ കിത്തനി ഭൂമി മാങ്കി. അപ്പോൾ ഭഗവാൻ വിഷ്ണു രാജാവായ മഹാബലിയോട് എത്ര ഭൂമിയാണ് ആവശ്യപ്പെട്ടത്? ആൻസർ. ഭഗവാൻ വിഷ്ണുവിനെ രാജാ ബലി സേ 3 പഗ് ഭൂമി വാങ്ങി, 3 അടി ഭൂമിയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആൻസറാണ്, 3 പഗ് എന്നുള്ളതാണ് ആൻസർ, 3 അടി. ബാക്കിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ ആൻസർ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ രാജാ ബലി സേ കിത്തനി എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതണം? 3 പഗ്, 3 അടി ഭൂമി മാങ്കി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. രാജാ ബലി കോ വിഷ്ണു ने कहाम का राजा बनाया.
രാജാ ബലിനെ വിഷ്ണുവിനെ അല്ലേ, മഹാബലിയായ ആരാണ് മാവേലി അല്ലേ, നമ്മുടെ മഹാബലിക്ക് എന്താണ് വിഷ്ണു എവിടെയാണ് രാജാവായിട്ട് നിയമിച്ചത് അല്ലെങ്കിൽ ചെയ്തു കൊടുത്തത്? രാജാവായ ബലിക്ക് വിഷ്ണുവിനെ പാതാൾക്കാ രാജാ ബനാകെ, വിഷ്ണു നൽകിയത് എവിടെയാണ്? പാതാളത്തിലെ രാജാവായിട്ടാണ് നിയമിച്ചത്. 4th ക്വസ്റ്റ്യൻ, വാമൻ ഭഗവാൻ സേ രാജാ ബലിനെ ക്യാ മാങ്ക? അപ്പോൾ വാമന ഭഗവാനോട് രാജാ ബലി എന്താണ് ആവശ്യപ്പെട്ടത്? വാമന ഭഗവാനോട് മഹാബലി എന്താണ് ആവശ്യപ്പെട്ടത്? വാമന ഭഗവാൻ സേ രാജാ ബലിനെ പറഞ്ഞു എന്താണ്? ഹേ ദയാലു പ്രഭു വർഷ് മേ ഏക് ബാർ അപ്പനി പ്രജാ കെ സുഖ ദുഃഖ കാ മുझे അവസർ ദീജിയെ യഹ് മേരി അഭിലാഷി. അപ്പോൾ ദയാലുവായ പ്രഭുവെ വർഷത്തിലൊരിക്കൽ എന്താണ് പ്രജകളുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്നാൽ അതും എൻ്റെ എന്താണ് അഭിലാഷമാണ് എന്നാണ് വാമന ഭഗവാനോട് മഹാബലി ആവശ്യപ്പെട്ടത്. ഇനി അടുത്തത് എന്താണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ് പർവ് കോ കേരൾ കെ ലോഗ് കൈസെ മനാത്തെ ഹെ? അപ്പോൾ ഈ ആഘോഷം, ഈ ഓണം എന്ന് പറയുന്ന ഈ ആഘോഷം, കേരളത്തിലെ ഈ ഉത്സവം കേരളത്തിലെ ആളുകളെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? യഹ് ത്യോഹാർ 10 दिन തക് ചൽത്താ ഹെ, 10 ദിവസം വരെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഓണം ആഘോഷിക്കാറുണ്ട്. ഇസ് അവസർ പർ ലടിക്കിയാം തടിക്കേ ഹി ഉടുക്കർ നെഹാദോക്കർ, ഈ അവസരത്തിൽ പെൺകുട്ടികൾ എന്താ ചെയ്യാറുണ്ട്? സവേരല്ലേ മോർണിംഗിലെ തന്നെ രാവിലെ തന്നെ എന്ത് ചെയ്യാറുണ്ട്? കുളിച്ച് വസ്ത്രങ്ങളൊക്കെ നല്ല നേരത്തെ എണീറ്റ് കുളിച്ച് നിൽക്കാറുണ്ട്. രംഗ് ബിരംഗെ കപ്പടെ പഹൻതി, എന്നിട്ട് അവരെന്ത് ചെയ്യും? കുളിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് സുന്ദര കുട്ടന്മാരായിട്ട് ഒക്കെ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? നല്ല കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ട്. ഔർ അപ്പനെ ആംഗണോം കെ സുന്ദർ രംഗ് ബിരംഗെ ഫൂലോം സെ സജാത്തി ഹെ, അപ്പനെ ആംഗണം തങ്ങളുടെ മുറ്റത്ത് അവരെന്ത് ചെയ്യും? സുന്ദരമായ മനോഹരമായ പൂക്കൾ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? നല്ല പൂക്കളൊക്കെ അലങ്കരിക്കാറുണ്ട്. പൂജാ കെ സ്ഥാൻ പർ രംഗോലി സജായി ജാത്തി ഹെ, നല്ല പൂജസ്ഥലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളും കളറുകളൊക്കെ വെച്ച് എന്ത് ചെയ്യാറുണ്ട്? അവിടെയും അലങ്കരിക്കാറുണ്ട്. ഗർഖ മാലിക് പൂജ ക കാര്യക്രം പൂരാ കർക്കെ സബ്കോ പ്രസാദ് ബാട്താ ഹെ, അപ്പോൾ വീട്ടിലുള്ള മാലിക് എന്ത് ചെയ്യാറുണ്ട്? പൂജയുടെ കാര്യക്രമങ്ങളെല്ലാം ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കാറുണ്ട്. ലോക ഈസ് അവസർ പർ ഏക് ദൂസരെ കോ ബദായി ദേത്തെ ഹെ, ലോകത്തിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട്? സ്നേഹ സന്ദേശങ്ങൾ നൽകാറുണ്ട്. പൂജാ കെ അന്തിം ദിൻ പൂജാ കി സാമഗ്രി കോ നദി യാ താലാബ് മേ വിസർജിത് കർത്തെ ഹുയി, അങ്ങനെ പൂജയുടെ അവസാന ദിവസം പൂജയുടെ സാധനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യാറുണ്ട്? പുഴകളിലോ കുളങ്ങളിലോ എന്ത് ചെയ്യാറുണ്ട്? ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത് റിക്തസ്ഥാനവും കി പൂർത്തി കീജിയെ. റിക്തസ്ഥാനവും കി പൂർത്തി കീജിയെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെന്ന് അല്ലേ. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എങ്ങനെയാണ്? ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് അവിടെ? ഡാഷ് ഈസ് അസർ ഭർ ഖുഷിയാം മനാത്തെ ഹെ, കബി എന്നും കൊടുത്തിട്ടുണ്ട്, സബി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബി ഈസ് അവസർ ഭർ ഖുഷിയാം മന, ഈ അവസരത്തിൽ എല്ലാവരും എന്താണ്? വളരെയധികം എന്ത് ചെയ്യാറുണ്ട്? സന്തോഷിക്കാറുണ്ട്. അടുത്തത് വഹ് ബഡ ഡാഷ് ദ, അദ്ദേഹം വളരെ വലിയ ധാനിയായിരുന്നു. അപ്പോൾ വഹ് ബഡ ദാനി, നാനി ദാനി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവൂ ബഡ ദാനി ദ. അടുത്തത് രാജാ ബലി സേ വിഷ്ണുവിനെ 3 പഗ് ധർത്തി മാങ്കി, അവിടെ ഡാഷ് 3 ഡാഷ് അല്ലേ, 3 അടി ധർത്തിയാണ് നൽകിയത്. അപ്പോൾ അവിടെ 3 പഗ്ഗാണ്, അവിടെ 3 അടി ഭൂമി നൽകി. അടുത്തത് യഹി മേരി ഡാഷ് ഹെ, ഇത് എൻ്റെ എന്താണ്? അഭിലാഷ. ഡാഷ് എന്നുള്ള സ്ഥലത്ത് അഭിലാഷ, ആഗ്രഹമാണ്. അടുത്തത് ലോകീസ് അവസർ പർ ഏക് ദൂസരേക്കോ ഡാഷ് ദേത്തെ അല്ലേ, പരസ്പരം അവർ എന്ത് ചെയ്യാറുണ്ട്? ആലിംഗനം ചെയ്യാറുണ്ട്. ഈ അവസർ പർ പരസ്പരം അവർ സ്നേഹം പങ്കുചേരുന്നു അല്ലേ. അപ്പോൾ ഈ അവസർ പർ മറ്റൊരാളെ എന്ത് ചെയ്യാറുണ്ട്? ബദായി ദേത്തെ ഹെ, അതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഉൽട്ടേ അർത്ത് വാലെ ശബ്ദ ലിഖിയോ. ഉൽട്ടേ അർത്ത് വാലെ ശബ്ദം എന്ന് പറഞ്ഞാൽ വിലോം ശബ്ദ ലിഖോ, ഓപ്പോസിറ്റ്, റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ്സ്. എന്താണ് ഫസ്റ്റ് വേർഡ്? പഹലെ. പഹലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യം, അപ്പോൾ എന്തായിരിക്കും? ശേഷം അല്ലേ, ആദ്യം ശേഷം, അപ്പോൾ ബാത്ത്. അടുത്തത് എന്താണ്? പ്രചലിത്. ഇനി പഹലെ ഫസ്റ്റ് എന്ന് പറയാം, അന്തിം ലാസ്റ്റ് അങ്ങനെയും പറയാം, അല്ലെങ്കിൽ പഹലെ പ്രഥം, ശേഷം എന്നുള്ളതിന് ബാത്ത് എന്ന് പറയാം. അടുത്തത് പ്രചലിത്, പ്രചരിപ്പിക്കൽ, അപ്പോൾ അപ്രചലിത്.
അടുത്തത് എന്താണ്? നിഘട്. നിഘട് എന്ന് പറഞ്ഞാൽ അടുത്ത്, പാസ്, അരികിൽ എന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ദൂർ അല്ലേ. അടുത്തത് എന്താണ്? സ്വീകാർ. ഓപ്പോസിറ്റ് അസ്വീകാർ അല്ലേ. സ്വീകരിക്കുക, സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓണം എന്നുള്ള ലെസണിൽ കൊടുത്തിരിക്കുന്ന അഭ്യാസ്. അതായത് എല്ലാ വർക്കുകൾ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഓപ്പോസിറ്റ്, ക്വസ്റ്റ്യൻ ആൻസർ, മീനിങ്സ്, ഇതെല്ലാം മിസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക. ഇതുവരെയും മിസ്സിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലെസനും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.